പ്രവചനത്തിലെ പാളിച്ച ഒരു ഇന്ത്യൻ കഥയല്ല. ആഗോളതലത്തിൽ എല്ലാ ഏജൻസികളും പ്രവചിച്ച ലാനിന ഇനിയും സംഭവിച്ചില്ല. അമേരിക്കയും ഓസ്ട്രേലിയയും യൂറോപ്യൻ യൂണിയനും എല്ലാം പതറി നിൽക്കുകയാണ്. ഈ വർഷം ജൂലൈ ആദ്യം ആരംഭിക്കും എന്ന് പ്രവചിച്ചതാണ് ലാനിന. അതനുസരിച്ചാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കാലാവസ്ഥാ മോഡലുകളും തയ്യാറെടുപ്പുകളും നടത്തിയത്. ഇപ്പോ സെപ്റ്റംബർ തുടങ്ങിയിട്ടും അത് സംഭവിച്ചിട്ടില്ല. ഇനി ഒക്ടോബറോടെ അതുണ്ടാകാം എന്നാണ് ഈ ഏജൻസികളെല്ലാം പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യൻ തീരത്ത് ചുഴലിക്കാറ്റുകളുടെ ഒരു പ്രളയം തന്നെ ഉണ്ടാകാം എന്നതാണ് പുതിയ ഭീതി. 1999 സമാനമായി ലാനിനോ വൈകിയപ്പോഴാണ് 9887 പേർ മരിച്ച ഒഡീഷ കൊടും ചുഴലി ഉണ്ടായത്. കാലാവസ്ഥാ പ്രവചനങ്ങളെല്ലാം അമ്പയെ പാളിപ്പോകുന്ന പ്രതിഭാസങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ്സ്. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ലാനിന എന്ന സ്പാനിഷ് വാക്കിന്റെ അർത്ഥം കുഞ്ഞുമോൾ എന്നാണ്. എല്ലാ രാജ്യാന്തര ഏജൻസികളും പ്രവചിച്ചതിനേക്കാൾ ലാനിന 4 മാസം വൈകിയതോടെ ഇന്ത്യയിൽ കാര്യങ്ങളാകെ തകിടം മറിഞ്ഞേക്കാം എന്നതാണ് പുതിയ ഭീതി. ഇന്ത്യയിൽ പൊതുവെ എൽനിനോ കാലത്ത് മഴ കൂടുകയും ലാനിനോ കാലത്ത് കുറയുകയുമാണ് പതിവ്. എൽനിനോ അവസാനിച്ച് ജൂലൈയിൽ തന്നെ ലാനിനോ ആരംഭിക്കും എന്നായിരുന്നു എല്ലാ ഏജൻസികളും പ്രവചിച്ചത്. ഇതനുസരിച്ചാണ് നമ്മുടെ കാലാവസ്ഥാ തയ്യാറെടുപ്പുകൾ നടത്തിയത്. ഈ പ്രതിഭാസം മാറിയതോടെ സാധാരണ കാലവർഷം ഉണ്ടാകണമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. രാജ്യത്ത് മൊത്തം 7% മഴ കൂടിയ കാലവർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചില സംസ്ഥാനങ്ങളുടെ സ്ഥിതി കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലും മണിപ്പൂരിലും 28% വരെ കുറവാണ് രേഖപ്പെടുത്തിയത്. ബീഹാറിലും പഞ്ചാബിലും ചണ്ഡീഗഡിലുമൊക്കെ 25% വരെ കുറവ്. രാജ്യത്തെ 1/4 സംസ്ഥാനങ്ങളിലും 20 മുതൽ 59% വരെ മഴ കുറവാണ്. മധ്യ ഇന്ത്യയിലും കേരളം ഒഴികെയുള്ള തെക്കൻ സംസ്ഥാനങ്ങളിലുമാണ് മഴ കൂടിയത്. കേരളത്തിൽ ഇത്രയൊക്കെ പെയ്തിട്ടും സാധാരണ കിട്ടേണ്ടതിനേക്കാൾ 10% മഴ കുറവാണ്. ഇവിടെ ഇടുക്കിയിലും വയനാട്ടിലും കുറവ് 25%, 28% വീതമാണ്. വലിയ ദുരന്തമുണ്ടായ വയനാടിന്റെ കഥയാണിത്. എൽനിനോ കാലത്ത് കിഴക്കൻ പസഫിക്കിലും ലാനിനോയിൽ പടിഞ്ഞാറൻ പസഫിക്കിലും ചൂടുയരും. ഇക്കുറി കടലിലെ മർദ്ദം പ്രവചനങ്ങൾക്കും വഴങ്ങാത്ത വിധം ദുർബലമായിരുന്നു. ഇതാണ് എൽനിനോ പ്രവചനങ്ങളെല്ലാം തന്നെ പാളാനുള്ള കാരണം. ഇനി വൈകിയതോടെ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കാനിടയുള്ളത്? ഇക്കാര്യങ്ങളാണ് ആശങ്കയുണ്ടാക്കുന്നത്. ഇതിനു സമാനമായ കാലാവസ്ഥ പ്രതിഭാസമുണ്ടായത് 1999 ഈ വർഷം എന്നതുപോലെ തന്നെ ഏറ്റവും ചൂട് കൂടിയ ഒരു ഏപ്രിൽ ആയിരുന്നു ആ വർഷവും. പിന്നാലെ ലാനിനോ ജൂലൈയിൽ ഉണ്ടാകേണ്ടത് ഒക്ടോബറിലേക്ക് മാറി. ഇതോടെ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ചെറുതും വലുതുമായ നിരവധി ന്യൂനമർദ്ദങ്ങൾ ഉണ്ടായി. ചിലതൊക്കെ ചുഴലിക്കാറ്റായി. അതിലൊന്ന് ഒഡീഷയിൽ വീശിയടിച്ചപ്പോഴാണ് 10,000-ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ഇങ്ങനെ എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിയായിരുന്നു ചുഴലി രൂപപ്പെട്ടതും തീരം തൊട്ടതും. തയ്യാറെടുപ്പ് നടത്താൻ കഴിയും മുൻപ് വലിയൊരു അപകടം സംഭവിച്ചു. ഇത്തവണയും ഇങ്ങനെ ന്യൂനമർദ്ദങ്ങൾ കൂടുതൽ രൂപപ്പെടാം എന്നാണ് പ്രവചനം. അത് ചിലപ്പോൾ ചുഴലിക്കാറ്റായി മാറുകയും ചെയ്യാം. ദീർഘകാലം നീണ്ടുനിന്ന എൽനിനോ ഉണ്ടാക്കിയ കുഴപ്പങ്ങളിൽ നിന്നും കരകയറാൻ കഴിയും മുൻപാണ് പ്രവചനങ്ങൾ തെറ്റിച്ച ലാനിനോ കൂടി എത്തുന്നത്. 2023 അതിതീവ്രമായ 4 ചുഴലികളാണ് നമ്മുടെ രാജ്യത്തുണ്ടായത്. ഈ വർഷം 2 തീവ്രമായത് കരതൊട്ടു. 23 കൊടുങ്കാറ്റുകളും 11 കൊടും ചുഴലികളുമാണ് ഈ വർഷം അമേരിക്കയെ സ്പർശിച്ചത്. ഇത്രയേറെ സംവിധാനങ്ങളുള്ള അമേരിക്കയ്ക്ക് പോലും വിശ്വസനീയമായി ഇത് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയുന്നില്ല. ഏഷ്യയില് കാലാവസ്ഥാ മാറ്റം കൊണ്ടുള്ള ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്ന രാജ്യം ബംഗ്ലാദേശാണ്. അവിടെ കടൽ നിരപ്പ് ഉയർന്ന നിരവധി ഗ്രാമങ്ങൾ മുങ്ങുകയാണ്. ഇപ്പോഴും അടിക്കടി പ്രളയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ആ സ്ഥിതി ഇന്ത്യയിൽ പ്രവചിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. 500 കിലോമീറ്ററിലേറെ വരുന്ന കടൽ തീരം ഇനിയുള്ള 10 വർഷം കൊണ്ട് ഒരുപക്ഷെ രൂപമാറ്റം സംഭവിച്ചേക്കാം. ചില സ്ഥലങ്ങളിൽ പുതിയ കര വരുമ്പോൾ മറ്റു ചിലയിടങ്ങളിൽ 1 കിലോമീറ്റർ വരെ കര നഷ്ടപ്പെട്ടേക്കാം. അപ്രതീക്ഷിതമായി ഉണ്ടായ ഓഖിയുടെ ദുരന്തം ഇപ്പോഴും പേർന്ന നാടാണ് നമ്മുടേത്. ഇങ്ങനെ ഒരു ചുഴലി കര തൊടുമെന്ന് പ്രവചിക്കുന്നതിൽ അന്ന് എല്ലാ സംവിധാനങ്ങളും പാളി. സെപ്റ്റംബർ അവസാനം മുതൽ നവംബർ ആദ്യം വരെയുള്ള കാലത്ത് ഇനിയും എന്തും പ്രതീക്ഷിക്കണം നമ്മൾ.
ഒക്ടോബർ ആദ്യ വാരത്തേക്ക് മാറുന്ന ലാനിനോ ഏതൊക്കെ രീതിയിലാണ് കേരളത്തെ ബാധിക്കുക എന്ന് ഇപ്പോൾ പ്രവചിക്കാൻ ഒരു സംവിധാനത്തിനും കഴിയുന്നില്ല. കാറ്റിന്റെ ഗതി അനുസരിച്ചാണെങ്കിൽ തുലാവർഷം പൂർണ്ണമായും അട്ടിമറിക്കപ്പെടും. പഴയ കണക്കനുസരിച്ച് തുലാവർഷം തുലാമാസത്തിൽ മാത്രമാണ് പെയ്തിരുന്നത്. ചിങ്ങത്തിൽ 10, കന്നിയിൽ 10, തുലാത്തിൽ 10 എന്നാണ് കണക്ക്. അതനുസരിച്ചാണെങ്കിൽ അത് ആരംഭിക്കേണ്ട ചിങ്ങമാസമാണ് ഇപ്പോ. ഇനിയും അത് തുടങ്ങിയിട്ടില്ലതാണ്. ലാനിനോ വന്നാൽ ഇതെങ്ങനെയാണ് മാറുക എന്ന കാര്യം നിശ്ചയമില്ല. അടുത്ത പ്രതിസന്ധി ചുഴലിക്കു കാരണമാകുന്ന ന്യൂനമർദ്ദങ്ങളാണ്. ഇത്തരം ന്യൂനമർദ്ദങ്ങൾ പൊടുന്നനെ വലിയ മഴയുണ്ടാക്കും. അങ്ങനെ പെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലുകളും ഉണ്ടാകുന്നത്. സാധാരണ പെരുമഴ ശമിക്കുന്ന കാലമാണ് സെപ്റ്റംബർ മുതൽ മുന്നോട്ടുള്ളത്. ഇത്തവണ അങ്ങനെയാകണമെന്ന് നിർബന്ധമില്ലെന്നാണ് പുതിയ പ്രവചനങ്ങൾ കാണിക്കുന്നത്. കാലവർഷത്തിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾ ഇനിയും ഉണ്ടാകണം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് മാത്രമേ ഈ നിമിഷം നമുക്ക് പറയാൻ സാധിക്കൂ. ഇതോടെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു.